ഇനി നമുക്ക് എങ്ങനെ ഫേസ് ഷേവ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ നോക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഹാർഷ് അല്ലെങ്കിൽ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങളൊരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാർമസിയുടെ ഈ ഒരു ഫേസ് ഷേവിംഗ് ബാമും അതുപോലെ തന്നെ കാർമസിയുടെ ഈ ഒരു റേസറുമാണ്. ഷേവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റേസർ ഒരു 45 ഡിഗ്രി ആംഗിളിൽ തിരിച്ച് വെച്ചിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങളിങ്ങനെ റേസർ സ്ട്രൈറ്റ് ആയി വെച്ചിട്ട് ഇത് ഷേവ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബാം നല്ല രീതിക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യണം, അങ്ങോട്ടേ കുറച്ച് പുഷ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ റേസർ എന്താണ് തിരിച്ച് പിടിക്കണം. നിങ്ങളിപ്പം അപ്പർ ലിപ്പിൻ്റെ ഏരിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് എന്താണ് ഇങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഐബ്രോസിൻ്റെ ഏരിയ ഷേവ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഐബ്രോസ് ഒക്കെ കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ നല്ല എക്സ്ട്രാ കെയർ കൊടുത്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഫുള്ള് ഷേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല സ്മൂത്തും നല്ല ഗ്ലോയും ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫേസിൽ ഒരു സൂത്തിങ് അല്ലെങ്കിൽ കാമിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്ത്, ഇപ്പോൾ അലോവേറ ജെല്ല് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.